അങ്ങനെ 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ മത്സര ചിത്രം തെളിഞ്ഞു. 40 ടീമുകൾ 12 ഗ്രൂപ്പുകളിലായി മാറ്റുരയ്ക്കും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഗ്രൂപ്പ് ജെയിലാണ്. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകളാണ് ഗ്രൂപ്പിലുള്ളത്. ഗ്രൂപ്പ് സിയിൽ ബ്രസീലിന് കടുത്ത മത്സരം നേരിടേണ്ടി വരും. മൊറോക്കോ, ഹൈത്തി, സ്കോട്ട്ലൻഡ് ടീമുകളാണ് ഗ്രൂപ്പിലുള്ളത്. ദക്ഷിണാഫ്രിക്കയും മെക്സിക്കോയും തമ്മിൽ ജൂൺ 11-നാണ് ഉദ്ഘാടന മത്സരം. ഫൈസൽ ഹംസ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ഫൈസൽ. അങ്ങനെ ആ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ ടീമുകൾ, ഏതൊക്കെ ഗ്രൂപ്പിൽ, എത്ര ഗ്രൂപ്പുകളിലായി? 12 ഗ്രൂപ്പുകളിലായി ആരൊക്കെ മാറ്റുരയ്ക്കും? ഗുഡ് മോർണിംഗ് ശ്രുതി, ഹരി. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പ് എങ്ങനെയായിരിക്കും 2026 അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിലെ മത്സരക്രമം എന്നുള്ളതിൻ്റെ കാത്തിരിപ്പായിരുന്നു. കാരണം കഴിഞ്ഞ തവണ അർജന്റീന ലോകകപ്പ് നേടിയതിനു ശേഷം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീം അർജന്റീന, അതോടൊപ്പം തന്നെ ലോക കിരീടം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുന്ന ബ്രസീൽ. ഈ രണ്ട് ടീമുകളുടെയും ആരാധകരുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ യൂറോ നേടിയതിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്ന സ്പെയിൻ പോലുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു ലോക കിരീടം വേണമെന്ന് വല്ലാത്ത ഒരു ആഗ്രഹമുള്ള പോർച്ചുഗീസ് ഫാൻസ് ഉണ്ട്. ഇവർക്കെല്ലാം ആരായിരിക്കും ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രാഥമിക ഘട്ടത്തിലെ തങ്ങളുടെ എതിരാളികൾ എന്ന് അറിയാനുള്ള അവസരമായിരുന്നു ഇന്നലെ. അതെന്തായാലും വ്യക്തമായിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ എന്ന് വ്യക്തമായിരിക്കുന്നു. എന്തായാലും നേരത്തെയൊക്കെ ഈ ഡ്രോ നടക്കുമ്പോൾ പിറ്റേന്നുള്ള വാർത്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഈ കറുത്ത കുതിരകൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഏതാണ് മരണ ഗ്രൂപ്പ് എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ ഈ മരണ ഗ്രൂപ്പ് എന്നൊന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്രൂപ്പുകളില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണം ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ലോകകപ്പ് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടീമുകൾ പങ്കെടുക്കുന്നു. കടുത്ത ടീമുകൾ, അതായത് പ്രബല ടീമുകൾ ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒഴിവായി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ശക്തരായ ബ്രസീലിനൊക്കെ കടുത്ത മത്സരം തന്നെയാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോകകപ്പിലെ 4ാം സ്ഥാനക്കാരായ മൊറോക്കോയുണ്ട് അവർക്ക്. അതോടൊപ്പം തന്നെ അവരുമായിട്ട് തന്നെയാണ് ബ്രസീലിൻ്റെ ആദ്യ മത്സരവും. അത് ജൂൺ 13-നാണ് മത്സരം നടക്കുന്നത്. മറ്റൊന്ന് സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഡെൻമാർക്ക് പോലുള്ള ഒരു ടീമിനെ പ്ലേ ഓഫിലേക്ക് തള്ളിവിട്ട ശേഷമാണ് അവർ ലോകകപ്പിന് ടിക്കറ്റ് എടുത്തത് എന്നുള്ളതാണ്. പക്ഷേ മൂന്നാമത്തെ ടീം ഹെയ്ത്തിയാണ്. എന്തായാലും ഹെയ്ത്തിയെ വല്ലാതെ പേടിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. അർജന്റീനയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ടീം. കാരണം ലയണൽ മെസ്സിയും സംഘവും കിരീടം നിലനിർത്തുമോ എന്നുള്ളതാണ് അമേരിക്കൻ ലോകകപ്പിലേക്ക് ഖത്തറിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഓസ്ട്രിയ, അതോടൊപ്പം തന്നെ അൾജീരിയ, ജോർദാൻ. അൾജീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ലോക ഫുട്ബോളിൽ അട്ടിമറി വീരന്മാരാണ്. യൂറോപ്പിലെ അട്ടിമറി വീരന്മാരാണ് ഓസ്ട്രിയ എന്ന് നമുക്കറിയാം. ജോർദാനെയും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ അർജന്റീനയും കടുത്ത മത്സരം നേരിടേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ അർജന്റീനയുടെ ഒരു പേരിനും പെരുമയ്ക്കും ഒത്ത ടീമുകളല്ല ഇവരൊന്നും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രാഥമിക ഘട്ടത്തിൽ കടുത്ത മത്സരം നേരിടേണ്ടി വരുന്ന മറ്റൊരു ടീം സ്പെയിൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം യുറുഗ്വേ അവർക്കുണ്ട്. എന്നാൽ സൗദി അറേബ്യയും കേപ്പ് വെർഡെയുമാണ് മറ്റു ടീമുകൾ എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഐയിലാണ് ഫ്രാൻസ്. കഴിഞ്ഞ ലോകകപ്പിലെ 2ാം സ്ഥാനക്കാരായ ഫ്രാൻസ് മത്സരിക്കുന്നത്. ഫ്രാൻസിന് കടുത്ത മത്സരം തന്നെ കളിക്കേണ്ടി വരുന്നുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ. സാദിയോ മാനയുടെ സെനഗൽ ഫ്രാൻസിനെതിരെ ആദ്യ മത്സരം കളിക്കുന്നു എന്നുള്ളതാണ്. നോർവേ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്ലേ ഓഫ് ഇന്റർകോണ്ടിനെന്റൽ പ്ലേ ഓഫിലെ രണ്ടാമത്തെ പ്ലേ ഓഫിലെ ടീമും മത്സരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ടീം. മറ്റത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന് ആരായിരിക്കും എതിരാളി എന്നുള്ളതാണ്. ഗ്രൂപ്പ് കെയിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഇടം പിടിച്ചിരിക്കുന്നത്. കൊളംബിയ, ശക്തരായ കൊളംബിയ, ലാറ്റിൻ അമേരിക്കൻ ടീമായ കൊളംബിയയാണ് പോർച്ചുഗലിനൊപ്പം ഒരു ടീം. മറ്റൊന്ന് ഏഷ്യയിൽ നിന്നും ഉയർന്നു വരുന്ന ആദ്യ ലോകകപ്പ് കളിക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള ഒരു ടീമാണ്. കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഉസ്ബെക്കിസ്ഥാന്റെ പ്രകടനം നമ്മളെല്ലാം കണ്ടതാണ്. ലോകകപ്പിലും ഉസ്ബെക്കിസ്ഥാൻ ആ പ്രകടനം ആവർത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ പോർച്ചുഗലിനും അത്ര നിസ്സാരമായിരിക്കില്ല മത്സരം എന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ഗ്രൂപ്പ് എല്ലിൽ കളിക്കുന്നത് ക്രൊയേഷ്യ അടക്കമുള്ള ടീമുകൾക്കൊപ്പം. എന്തായാലും ആരാധകർ കാത്തിരുന്ന മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. 40 ടീമുകൾ 12 ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരിക്കുന്നത്. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്.